ഒരണിക്കും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് അങ്ങേക്ക് മാത്രമുള്ള അഭിപ്രായമാണ്. BJP മാത്രമല്ല, BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ പാർട്ടിയെ വ്യക്തിപരമായിട്ടും പാർട്ടിയെയും അപമാനിക്കാനും ആക്ഷേപിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ നവമാധ്യമ സമൂഹം അങ്ങനെയുള്ളതാണ്. ഞങ്ങൾക്ക് അത്രയും പണമൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാക്ക് നിറച്ച് നോട്ടുകെട്ടുമായിട്ട് സെൽഫി എടുത്ത് നിൽക്കുന്ന BJP പ്രവർത്തകനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ. തിരുവനന്തപുരത്തൊരു പ്രമുഖ BJP നേതാവുമായിട്ട് കണക്റ്റഡാണത്. എത്ര കോടിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമില്ല. അവര് ആ നിലയിലുള്ള പ്രചാരണമൊക്കെ നടത്തുന്നവരാണ്. ആ പ്രചാരണത്തെ ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ, ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ, ഇപ്പൊ BJPക്കാർ നടത്തുന്ന പ്രചാരണത്തെ ആ അർത്ഥത്തിലും അളവിലും തന്നെ ചിലപ്പോൾ നേരിടാൻ ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം അവര് വൻ തുക ചെലവാക്കി വൻ സന്നാഹത്തോടുകൂടി നടത്തുന്ന പ്രചരണങ്ങളാണ്. അതിന് ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ നേരിടുന്നുണ്ട്. ശിവൻകുട്ടിക്കെതിരായിരുന്നാലും മറ്റാർക്കെതിരായിരുന്നാലും അതിനെ നേരിടാൻ എങ്ങനെ കഴിയുമോ ആ രൂപത്തിലൊക്കെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. ആ വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പോവുമായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല. ശിവൻകുട്ടിയും വിളിക്കേണ്ട കാര്യമില്ല, കടകംപള്ളിയും വിളിക്കേണ്ട കാര്യമില്ല. അത്തരമൊരു സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അന്നത് ഗോവിന്ദമാഷ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതങ്ങനെ നടക്കട്ടെ. വലിയ പ്രക്ഷോഭം ആവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ അതിൽ ഞങ്ങൾ വിടുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ 2 തവണ മനുഷ്യച്ചങ്ങല പിടിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന സമരത്തിനിടയിൽ 2 തവണ വിഴിഞ്ഞത്ത് നിന്നും രക്തസാക്ഷി മണ്ഡപം വരെ ആയിരക്കണക്കായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചവരാണ് വിഴിഞ്ഞത്തിനു വേണ്ടി. വിഴിഞ്ഞത്തെ നമ്മുടെ സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമാക്കി കൊണ്ടുപോകാൻ ഏത് ശ്രമം നടന്നാലും ജീവൻ വെടിഞ്ഞും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവും. ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാവും. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ ഒരു കാര്യത്തിനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് ആരും പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പരാതിയും ഞങ്ങൾക്കില്ല. അതിന്റെ ആ ദിവസം തന്നെ ശിവൻകുട്ടി അക്കാര്യത്തിലുള്ള തന്റെ നിലപാട് നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കിയതാണ്. അതെ, രാത്രി വന്നതാ. രാത്രി അവിടെ വിദ്യാർത്ഥികളുടെ സമരപന്തലിൽ വന്നപ്പോൾ ശിവൻകുട്ടി തന്നെ അക്കാര്യം വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്ത് അഭിപ്രായങ്ങളും തുറന്നു പറയാം. അത് ഞങ്ങൾ മടിക്കാറില്ല. പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ മടിക്കാറില്ല. പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം 100% 100% ആത്മാർത്ഥതയോടുകൂടി നടപ്പിലാക്കാൻ ഞങ്ങൾ നിൽക്കും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത്. സെക്രട്ടറിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പല പേരുകൾ ഞങ്ങൾ പറയും. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളൊരു കാര്യമാണ്. അതൊന്നും ഒരു പുതുമയുള്ളൊരു കാര്യമല്ല. എല്ലാ കാലത്തും നമ്മുടെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടായിട്ടുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തെ മാനിക്കുന്ന പാർട്ടിയാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും ഞങ്ങൾ. തീരുമാനമെടുത്തു കഴിഞ്ഞാലോ അത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ മുഴുവൻ പാർട്ടി മെമ്പർമാരുടെയും തീരുമാനമാണ്. അത് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് നടന്നതായിട്ടുള്ള ഏത് പ്രക്ഷോഭങ്ങളാകട്ടെ, ക്യാമ്പയിനുകളാകട്ടെ, ഏതു കാര്യത്തിലും പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്ന് പാർട്ടി തീരുമാനം സത്യസന്ധമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആർജവം ഞങ്ങൾ എല്ലാവരും കാണിക്കും. ഒരണിക്കും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് അങ്ങേക്ക് മാത്രമുള്ള അഭിപ്രായമാണ്. BJP മാത്രമല്ല, BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ പാർട്ടിയെ വ്യക്തിപരമായിട്ടും പാർട്ടിയെയും അപമാനിക്കാനും ആക്ഷേപിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ നവമാധ്യമ സമൂഹം അങ്ങനെയുള്ളതാണ്. ഞങ്ങൾക്ക് അത്രയും പണമൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാക്ക് നിറച്ച് നോട്ടുകെട്ടുമായിട്ട് സെൽഫി എടുത്ത് നിൽക്കുന്ന BJP പ്രവർത്തകനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ. തിരുവനന്തപുരത്തൊരു പ്രമുഖ BJP നേതാവുമായിട്ട് കണക്റ്റഡാണത്. എത്ര കോടിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ
അപ്പൊ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമില്ല. അവര് ആ നിലയിലുള്ള പ്രചാരണമൊക്കെ നടത്തുന്നവരാണ്. ആ പ്രചാരണത്തെ ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ, ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ, ഇപ്പൊ BJP-ക്കാർ നടത്തുന്ന പ്രചാരണത്തെ ആ അർത്ഥത്തിലും അളവിലും തന്നെ ചിലപ്പോൾ നേരിടാൻ ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം അവര് വൻ തുക ചെലവാക്കി വൻ സന്നാഹത്തോടുകൂടി നടത്തുന്ന പ്രചരണങ്ങളാണ്. അതിന് ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ നേരിടുന്നുണ്ട്. ശിവൻകുട്ടിക്കെതിരായിരുന്നാലും മറ്റാർക്കെതിരായിരുന്നാലും അതിനെ നേരിടാൻ എങ്ങനെ കഴിയുമോ ആ രൂപത്തിലൊക്കെ നേരിടാൻ ശ്രമിക്കുന്നു.